ശ്ലോകം 31 മുതൽ 35 വരെ വായിക്കാം. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വതാമി വഹ. മൈത്രേയ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹ താൻ ശിവഃ ബദ്ധാഞ്ജലിൻ രാജപുത്രാൻ നാരായണപരോ വചഃ. ശ്രീരുദ്ര ഉവാച ജിതം താ ആത്മവിദ്വർയ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സുരോചിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ. വത്സരം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 24 മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു. ശ്ലോകം 31. ഇദം വിവക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിഹശ്രേയസ്കരം ജാപി ശ്രൂയതാം തദ്വദാമി വഹ. വിവർത്തനം. ഞാനിപ്പോൾ അതീന്ദ്രിയവും പവിത്രവും മംഗളകരവും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അഭിലഷിക്കുന്ന ഒരുവന് ഏറ്റവും മംഗളകരവുമായ ഒരു മന്ത്രം ജപിക്കാം. ദയവായി ശ്രദ്ധാപൂർവം ശ്രവിക്കുക. ശ്ലോകം 32. മൈത്രേയ ഉവാച ഇത്യനുക്രോശ ഹൃദയോ ഭഗവാനഃ താൻ ശിവഃ ബദ്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണ പരോ വചഃ. വിവർത്തനം. മൈത്രേയ മഹർഷി തുടർന്നു, നാരായണന്റെ മഹാഭക്തനും അത്യുന്നത വ്യക്തിത്വവുമായ മഹാദേവൻ ഹൈതുകമായ കാരുണ്യത്താൽ തനിക്ക് മുന്നിൽ കൂപ്പുകൈകളുമായി നിന്നിരുന്ന രാജപുത്രന്മാരോട് തുടരുന്നു. ശ്ലോകം 33. ശ്രീരുദ്ര ഉവാച ജിതം ത ആത്മവിദുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ. വിവർത്തനം. മഹാദേവൻ താഴെ പറയുന്ന പ്രാർത്ഥനകളോടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അഭിസംബോധന ചെയ്തു. അല്ലയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, അവിടുത്തേക്ക് എല്ലാ മഹത്വങ്ങളും. സ്വയം സാഷ്കൃതരായ സർവ്വ ആത്മാക്കളിലും വെച്ച് ഏറ്റവും ഉന്നതൻ അങ്ങാകുന്നു. അങ്ങ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർക്ക് എപ്പോഴും മംഗളകാരിയായതിനാൽ എനിക്കും മംഗളങ്ങൾ വരുത്തണമെന്ന് ഞാൻ ആശിക്കുന്നു. അവിടുന്ന് നൽകിയിട്ടുള്ള സമ്പൂർണങ്ങളായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് ആരാധ്യാർഹനാണ്. അങ്ങ് പരമാത്മാവാണ്. ആകയാൽ പരമോന്നതനായ ജീവസത്തെ എന്ന നിലയിൽ അങ്ങേക്ക് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 34. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കുടസ്ഥായ സരോജിഷേ. വിവർത്തനം. എന്റെ ഭഗവാനെ, അങ്ങയുടെ നാഭിയിൽ നിന്ന് അങ്കുരിച്ച താമരപ്പൂവിന്റെ പ്രഭാവത്താൽ സൃഷ്ടിയുടെ മൂലം അങ്ങാകുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വസ്തുക്കളുടെയും പരമനിയന്താവും സർവവ്യാപിയുമായ വാസുദേവനും അവിടുന്നാണ്. പരമശാന്തനായ അങ്ങയുടെ സ്വയം പ്രകാശിത അസ്തിത്വം മൂലം 6 വിധത്തിലുള്ള പരിണാമങ്ങളാലും അസ്വസ്ഥനാക്കപ്പെടുന്നില്ല. ശ്ലോകം 35.
സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുത്മാനായാന്തരാത്മനേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് സൂക്ഷ്മ ഭൗതിക ഘടകങ്ങളുടെ മൂലവും സംയോജനത്തിന്റെയും അതുപോലെ തന്നെ ശിഥിലീകരണത്തിന്റെയും മുഖ്യദേവനുമായ സംഘർഷനും ബുദ്ധിയുടെ യജമാനനും മുഖ്യദേവനുമെന്നറിയപ്പെടുന്ന പ്രത്യുമ്നനുമാകുന്നു. അതിനാൽ അങ്ങേക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ മഹാദേവൻ പ്രചേതസ്സുകൾക്ക് പ്രത്യക്ഷനായതിന്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവൻ തന്നെ പറയുന്നു, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായിട്ടുള്ളത്? ആരാണോ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, വാസുദേവ പ്രപന്നായ, ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് മഹാദേവൻ പറയും. അതുകൊണ്ട് അവരെ എല്ലാ വിധത്തിലും സഹായിക്കുക, അവരെ അനുഗ്രഹിക്കുക എന്നുള്ളത് മഹാദേവന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മഹാദേവനെ പ്രത്യേകിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് തപസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭഗവാൻ വിഷ്ണുവിനെ വാസുദേവനെ ശരണം പ്രാപിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് മഹാദേവൻ പറഞ്ഞു. മാത്രമല്ല, ഭക്തന്മാരുടെ ഏറ്റവും വലിയ സുഹൃത്തും ഭക്തന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നവനും ഞാൻ തന്നെയാണ് എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഭക്തന്മാരെ സഹായിക്കുന്നതിൽ മഹാദേവന് ഏറ്റവും വലിയ സന്തോഷമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായിട്ടുള്ളത്. ഞാൻ നിങ്ങളിൽ ഏറ്റവും പ്രീതനാണ്, സംപ്രീതനാണ് എന്ന് മഹാദേവൻ പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക മന്ത്രം, ഒരു രഹസ്യമായിട്ടുള്ള ആ മന്ത്രം, ഭഗവാൻ വാസുദേവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പവിത്രമായിട്ടുള്ള ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാം എന്നാണ് ഇവിടെ മഹാദേവൻ പ്രചേതസ്സുകളോട് പറയുന്നത്. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വതാമിവ. മഹാദേവൻ പറയാൻ പോകുന്ന ആ മന്ത്രത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഇതം വിവിക്തം, ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. ജപ്തവ്യം, ഇത് ജപിക്കേണ്ടതാണ്. നമ്മള് ഭക്തന്മാർ കീർത്തിക്കേണ്ടതാണ്. ഭഗവാനെ കീർത്തിക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവാനെ കീർത്തിക്കേണ്ടത് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ ഏതെങ്കിലും മന്ത്രം ഉപയോഗിച്ചല്ല. എങ്ങനെയാണോ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ, ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കീർത്തിച്ചിട്ടുള്ളത്, അതിനെ പിന്തുടർന്ന് അവരുടെ കീർത്തനങ്ങളാണ് നമ്മൾ ആലപിക്കേണ്ടത്. കാരണം ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടുള്ള, സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഭക്തന്മാർ എങ്ങനെയാണോ ഭഗവാനെ സ്തുതിക്കുന്നത്, അതേപോലെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കും. ഒരുപാട് സ്തുതികൾ നമ്മൾക്ക് ഭാഗവതത്തിൽ ലഭ്യമാണ്. അതേപോലെ ഭഗവത്ഗീതയിലും അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ആധികാരികമായിട്ടുള്ള സ്തുതികളാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ പറയാൻ പോകുന്ന മന്ത്രവും ജപ്തവ്യമാണ്, എല്ലാവരും ജപിക്കേണ്ടതാണ്, എല്ലാവരും കീർത്തിക്കേണ്ടതാണ് എന്ന് മഹാദേവൻ തന്നെ പറയുന്നു. ഇതം വിവിക്തം ജപ്തവ്യം, ഇത് ജപിക്കേണ്ടതാണ്, ഭക്തന്മാർ കീർത്തിക്കേണ്ടതാണ്. കാരണം എന്താണ്? പവിത്രം മംഗളം പരം. ഇത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, പവിത്രമാണ്, ശുദ്ധീകരിക്കുന്നത് എന്നാണ് പവിത്രം എന്നുള്ള വാക്കിൻ്റെ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിത്തരുന്നതാണ്. മംഗളകരമാണ്, നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാക്കുന്നതും നമുക്ക് എല്ലാവിധ ശ്രേയസ്സും നൽകുന്നതാണ്. മംഗളം പരം, ഇത് ഏറ്റവും ഉയർന്നതാണ്, ഇത് ഏറ്റവും രഹസ്യമാണ്. കാരണം മഹാദേവന് മാത്രമേ ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ അറിയുകയുള്ളൂ. അങ്ങനെയുള്ള മഹാജനങ്ങൾക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയുകയുള്ളൂ. അങ്ങനെ പരമമായിട്ടുള്ള
മന്ത്രമാണ് ഇവിടെ മഹാദേവൻ പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വതാം ച. നിങ്ങൾക്ക് ഇത് എല്ലാവിധ ശ്രേയസ്സും നൽകും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. തദ്വതാമി, അത് ഞാൻ പറഞ്ഞു തരാം. വദാമി, ഞാൻ പറഞ്ഞു തരാം, ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാൻ എഴുതി തരികയല്ല, ഞാൻ അത് പറഞ്ഞു തരാം എന്നാണ് മഹാദേവൻ പറയുന്നത്. അത് നിങ്ങൾ കേൾക്കണം എന്നാണ് പറയുന്നത്. ശ്രൂയതാം, നിങ്ങളത് ശ്രവിക്കുക. അപ്പോൾ ഒരു ഉന്നത ഭക്തൻ, ഒരു ഗുരു, ആത്മീയ ഗുരു ഒരു മന്ത്രം പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല. ഗുരു ദീക്ഷ തരുന്ന സമയത്തും ഒരു മന്ത്രം പറഞ്ഞു തരും. കാരണം അതിന് വലിയ ശക്തിയുണ്ട്. അങ്ങനെയുള്ള വൈഷ്ണവന്മാർ ആ മന്ത്രം പറഞ്ഞു തരുന്ന സമയത്ത് അതിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രൂയത, നമ്മൾ മിണ്ടാതെ കേൾക്കുകയാണ് വേണ്ടത്. ശ്രവിക്കുക മാത്രം ചെയ്താൽ മതി, നമ്മൾ കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പ്രജേതസ്സുകൾ ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടിയാണ്, നിങ്ങളുടെ എല്ലാവിധ ശ്രേയസ്സിനും വേണ്ടിയാണ് ഞാൻ ഈ മന്ത്രം പറയാൻ പോകുന്നത് എന്ന് മഹാദേവൻ പറഞ്ഞ സമയത്ത് പ്രജേതസ്സുകൾ കൂപ്പുകൈകളോടുകൂടി ആ മന്ത്രം കേട്ടു നിന്നു എന്നാണ് പറയുന്നത്. ബദ്ധാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂപ്പുകൈകളോടുകൂടി. രാജപുത്രാൻ, അവർ രാജാവിന്റെ പുത്രന്മാരാണ്. പ്രാചീന ബർഹിഷത്ത്, ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവാണ്. അവരുടെ രാജപുത്രന്മാരാണ് പ്രജേതസ്സുകൾ. ആ രാജപുത്രന്മാർ അങ്ങനെ അത് ബദ്ധാഞ്ജലിയോടുകൂടി കേട്ടു എന്നാണ് പറയുന്നത്. നാരായണ പരോവച, ആ നാരായണപരന്, എല്ലാവരും നാരായണപരന്മാരാണ്. മഹാദേവനും നാരായണപരനാണ്, പ്രജേതസ്സുകളും നാരായണപരന്മാരാണ്. രണ്ടു കൂട്ടരും ഭഗവാന്റെ ഭക്തന്മാർ തന്നെയാണ്. ആ ഹൃദയാലുവായിട്ടുള്ള അവരോടുള്ള പ്രജേതസ്സുകളോടുള്ള കാരുണ്യം കൊണ്ടാണ് മഹാദേവൻ ഈ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തത് എന്ന് വിശദീകരിക്കും. ഇത്തനുക്രോശഹൃദയോ ഭഗവാൻ ആഹതാൻ ശിവ. ആ ഹൃദയാലുമായിട്ടുള്ള ഭക്തന്മാരോട് വളരെയധികം കാരുണ്യം ഉള്ള മഹാദേവൻ അവർക്ക് വേണ്ടി ഈ മന്ത്രം പറഞ്ഞു. ഭഗവാൻ നേരിട്ടത് പറഞ്ഞു കൊടുത്തു. താൻ ശിവനാണ്, മംഗളകാരിയാണ്. അപ്പൊ മംഗളകാരിയായിട്ടുള്ള മഹാദേവൻ നേരിട്ട് പ്രജേതസ്സുകൾക്ക് ഈ മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. മഹാദേവൻ അത് ജപിക്കുന്ന സമയത്ത് അതിന് അത്രയും ശക്തിയുണ്ട്. ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവനാണ് മഹാദേവൻ. അതുകൊണ്ട് പ്രജേതസ്സുകളൊന്നും സംസാരിക്കാതെ അത് ശ്രദ്ധാപൂർവം ശ്രദ്ധാഞ്ജലിയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് എല്ലാവിധ ആദരവോടും കൂടി അത് ശ്രവിച്ചു എന്നാണ്. അങ്ങനെയാണ് ശ്രവണം. ഗുരുക്കന്മാർ, ആധ്യാത്മിക ഗുരു പറയുന്ന സമയത്ത് നമ്മള് കൂടെ പറയുന്നില്ല, അല്ലെങ്കിൽ കൂടെ മന്ത്രം ചൊല്ലുന്നില്ല. അവർ പറയുന്നത് ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഏകാഗ്രേണ ചേതസ. ഭഗവാൻ അർജുനോട് ചോദിക്കുന്നുണ്ട്, നീ ഏകാഗ്രതയോടുകൂടി അത് കേട്ടില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്ന് ഭഗവാൻ ചോദിക്കുന്നു. അപ്പോൾ ഗുരു പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉയർന്ന വൈഷ്ണവന്മാർ പറയുന്ന സമയത്ത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ പ്രജേതസ്സുകൾ അത് കേട്ടു എന്നാണ് പറയുന്നത്. ബദ്ധാഞ്ജലി രാജപുത്രാൻ നാരായണ പരോവച. ശ്രീരുദ്രവാച, ഭഗവാനെ സ്തുതിക്കുന്ന സ്തോത്രമാണ്. ഈ സ്തോത്രത്തിനെ കുറിച്ചാണ്, ഈ മന്ത്രത്തിനെ കുറിച്ചാണ് മഹാദേവൻ പറഞ്ഞത്. ഇത് വളരെ പവിത്രമാണ്, മംഗളമാണ്, ഏറ്റവും ഉന്നതമാണ്. ഇത് കീർത്തിക്കേണ്ടതാണ്. ഭക്തന്മാർ വീണ്ടും വീണ്ടും തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ട് കീർത്തിക്കേണ്ട മന്ത്രമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മഹാദേവന് അറിയാം ഭഗവാൻ എന്താണ് ഇഷ്ടം എന്ന്. അപ്പോൾ ആ മന്ത്രമാണ് പറയാൻ പോകുന്നത്. ശ്രീരുദ്രവാച ചിതം താത്മവിദ്വര്യ സ്വസ്തയേ സുസ്ഥിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ. ജിതം അങ്ങേക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ, അങ്ങേക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. ആത്മവിദ്വര്യ എന്നാണ് ഭഗവാൻ ആദ്യം വിളിക്കുന്നത്. ശ്രേഷ്ഠാത്മാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ എന്നാണ് പറയുന്നത്. എല്ലാ ആത്മാക്കളിലും വെച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ളവനെ എന്നാണ് പറയുന്നത്. ഭഗവാനും ഒരു ആത്മാവ് തന്നെയാണ്, ഭഗവാനും ഒരു വ്യക്തിയാണ്. പക്ഷെ ഭഗവാൻ പരമമായിട്ടുള്ള ആത്മാവാണ്, പുരുഷോത്തമനാണ്.
15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, യസ്മാൻ ക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ. ക്ഷരം അക്ഷരം എന്ന് പറഞ്ഞ രണ്ട് ജീവാത്മാക്കളുണ്ട്, രണ്ടു തരം ജീവാത്മാക്കളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ഞാൻ എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. അപ്പൊ മഹാദേവനും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആത്മവിദ് വര്യ, എല്ലാത്തരം ആത്മാക്കളിലും വെച്ച് ആത്മസാക്ഷാത്കാരം നേടിയതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആത്മാക്കളിലും വെച്ച് വര്യനാണ്, ശ്രേഷ്ഠനാണ് അവിടുന്ന്. ആ ഭഗവാന് തുല്യനായിട്ട് ഒരാത്മാവുമില്ല. നിത്യവും നിത്യാനാം ചേതനാചേതനാണ്. നിത്യന്മാരിൽ നിത്യനാണ് ഭഗവാൻ, ചേതനന്മാരിൽ ചേതനാണ്. എല്ലാ ജീവാത്മാക്കളുടെയും ഉറവിടമായിട്ടുള്ള, എല്ലാ ജീവാത്മാക്കൾക്കും ഉപരിയായിട്ടുള്ള പരമ ആത്മാവാണ് ഭഗവാൻ. ആ ഭഗവാന് എല്ലാവിധ വിജയങ്ങളും. ചിദംത ആത്മവിദ് വര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്തുമേ. മാത്രമല്ല ഭഗവാൻ ആരാണ്? സ്വസ്ഥയെ, എല്ലാം മംഗളകരമായിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും വലിയ മംഗളകാരിയാണ് ഭഗവാൻ. സ്വസ്തി, മംഗളകരം, മംഗളകാരിയാണ് ഭഗവാൻ. സ്വസ്ഥയെ, മംഗളകാരിയായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. സ്വസ്ഥിരസ്തുമേ. പിന്നെ മഹാദേവൻ പ്രാർത്ഥിക്കും, എനിക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണം. സ്വസ്ഥിരസ്തുമേ, അങ്ങ് സർവമംഗളകാരി ആയതുകൊണ്ട് അങ്ങിൽ നിന്ന് ഞാനും എല്ലാവിധ മംഗളങ്ങളും പ്രതീക്ഷിക്കുന്നു. എനിക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണം. ഇത് ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ്. ഭക്തൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മഹാദേവൻ പറയുകയാണ്. ഭഗവാനിൽ നിന്ന് നമ്മൾക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? ഭഗവാൻ സർവമംഗളകാരി ആയതുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്തിൽ നമ്മൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് എനിക്കും മംഗളം ഉണ്ടാകണം എന്നാണ് മഹാദേവൻ പറയുന്നത്. സ്വസ്തിരസ്തുമേ ഭവതാരാധസാരാധം. അങ്ങാണ് ആരാധ്യനായിട്ടുള്ള പുരുഷൻ. രാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ടവൻ. ആരാധിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? അങ്ങാണ്. ഭവത, അങ്ങാണ് ആരാധിക്കപ്പെടേണ്ട വ്യക്തി. മറ്റുള്ള ആരും ആരാധനാ യോഗ്യരല്ല. കാരണം എന്താണ്? എല്ലാവരും ച്യുതരാണ്, എല്ലാവർക്കും തെറ്റുപറ്റാം. പക്ഷെ അങ്ങ് പൂർണ്ണനാണ്. രാധസ, അങ്ങ് എല്ലാവിധ പരിപൂർണതകളും ഒത്തിണങ്ങിയിട്ടുള്ള വ്യക്തിയാണ്, പരിപൂർണ വ്യക്തിയാണ്. അങ്ങിൽ യാതൊരു ച്യുതിയുമില്ല, അങ്ങിൽ യാതൊരു കളങ്കവുമില്ല. അതുകൊണ്ട് അങ്ങ് രാധമാണ്, അങ്ങ് ആരാധിക്കപ്പെടേണ്ടവനാണ്. ഭവതാ രാധസാരാധം സർവസ്മാ ആത്മനേ നമ. അങ്ങ് എല്ലാ ജീവാത്മാക്കളിലും കുടികൊള്ളുന്ന പരമാത്മാവാണ്. ആ പരമാത്മാവായിട്ടുള്ള അങ്ങേക്ക് എല്ലാവിധ സ്തുതികളും പ്രണാമങ്ങളും അർപ്പിക്കുന്നു. നമഃ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആത്മാക്കളിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള എല്ലാ മംഗളങ്ങളുടെയും ഉറവിടവുമായിട്ടുള്ള ഭഗവാന് എനിക്കും മംഗളങ്ങൾ ഉണ്ടാകണം. അങ്ങാണ് ആരാധനായോഗ്യനായിട്ടുള്ള വ്യക്തി. അങ്ങാണ് എല്ലാ പൂർണ്ണതകളും അടങ്ങിയിട്ടുള്ളവനായതിനാൽ അങ്ങാണ് ആരാധനായോഗ്യനായിട്ടുള്ള വ്യക്തി. രാധം സർവസ്മ ആത്മനേ നമ. എല്ലാവരിലും കുടികൊള്ളുന്ന പരമാത്മാവായിട്ടുള്ള അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ എന്നാണ് മഹാദേവൻ പറയുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ നമ പങ്കജനാഭായ ഭൂത സൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോച്ചിഷേ. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രണമിച്ചതിന് ശേഷം മഹാദേവൻ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണങ്ങളെയാണ് ഇനി പ്രണമിക്കുന്നത്. ആദ്യത്തെ വിസ്തരണങ്ങൾ ചതുർവ്യൂഹം, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണങ്ങളെ ഭഗവാൻ പ്രണമിക്കും. കാരണം ഈ 4 വിസ്തരണങ്ങളും നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവരാണ്, നമ്മളെ ആത്മീയ പാതയിൽ പിടിച്ചു നിർത്തുന്നവരാണ്, നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന ഭഗവാന്റെ മൂർത്തികളാണ് ഈ ചതുർവ്യൂഹങ്ങൾ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ. അതുകൊണ്ട് ഭഗവാൻ മഹാദേവൻ ഈ ചതുർവ്യൂഹങ്ങളെ സ്തുതിക്കുന്നു. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ. അതിനു മുന്നേ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവിനെ സ്തുതിക്കുന്നു. നമ പങ്കജനാഭായ. ആരുടെ നാഭിയിൽ നിന്നാണോ പങ്കജം, താമരപ്പൂവ് ഉയർന്നു വരുന്നത്, ആ ഭഗവാന് ഗർഭോദകശായ വിഷ്ണുവായിട്ടുള്ള എല്ലാ പ്രപഞ്ചങ്ങളും നാഭിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള
ഗർഭോദകശായ വിഷ്ണുവായിട്ടുള്ള പങ്കജനാഭന് നമസ്കാരം എന്നാണ് പറയുന്നത്. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ. ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ, ആ ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളുടെയും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഗർഭോദകശായ വിഷ്ണുവിലാണ്, വിഷ്ണുവിന്റെ ശരീരത്തിലാണ് ഇതെല്ലാം, അദ്ദേഹത്തിന്റെ നാഭിയിലാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞിട്ടുള്ള ആ നാഭിയിലാണ് ഒരു ജീവാത്മാവിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സൂക്ഷ്മരൂപം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പങ്കജനാഭന് നമസ്കാരം, പ്രണാമങ്ങൾ എന്നാണ് പറയുന്നത്. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ. ഭൂതസൂക്ഷ്മ ഇന്ദ്രിയം, ഭൂതസൂക്ഷ്മം എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാൻ പങ്കജനാഭന് നമസ്കാരം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് രൂപം ഗന്ധം രുചി സ്പർശം എന്ന് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ. ആ ഇന്ദ്രിയ വിഷയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവനും ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവനുമായിട്ടുള്ള പങ്കജനാഭനായിട്ടുള്ള ഭഗവാനെ പ്രണമിക്കുന്നു. വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷയെ. ഏറ്റവും ശാന്തരൂപനായിട്ടുള്ള ഭഗവാൻ വാസുദേവന് പ്രണാമങ്ങൾ. ഭഗവാൻ വാസുദേവനാണ്, വിശുദ്ധ സത്വഗുണത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാസുദേവ ഗുണത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പരമശാന്തനാണ്. ആ പരമശാന്തനായിട്ടുള്ള വാസുദേവന് നമസ്കാരം. വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. കൂടസ്ഥായ, അങ്ങേ ഈ ഭൗതിക നിയമങ്ങളൊന്നും ബാധിക്കുന്നതേ ഇല്ല. ഭൗതിക നിയമങ്ങൾ ബാധിക്കാത്ത വ്യക്തിയാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. അങ്ങ് കൂടസ്ഥനാണ്. ഭൗതിക ലോകത്തിൽ വരുന്നുണ്ടെങ്കിലും അങ്ങേ ഭൗതിക നിയമങ്ങളൊന്നും ബാധിക്കുന്നില്ല. കൂടസ്ഥായ സ്വരോചിഷേ. മാത്രമല്ല, അങ്ങ് സ്വയം പ്രകാശിതനാണ്. അങ്ങേക്ക് ജ്ഞാനത്തിന് വേണ്ടി മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം പ്രകാശിതനാണ്. ആ സ്വയം പ്രകാശിതനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ കൂടസ്ഥായ സ്വരോചിഷേ. ഭൗതിക നിയമങ്ങൾ ബാധിക്കാത്ത സ്വയം പ്രകാശിതനായിട്ടുള്ള ഭഗവാൻ വാസുദേവന് പ്രണാമം. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുമ്നായാന്തരാത്മനെ. ഇവിടെ സംഘർഷണ ഭഗവാനെയും പ്രത്യുമ്ന ഭഗവാനെയും സ്തുതിക്കുകയാണ് ഭഗവാൻ മഹാദേവൻ. എന്താണ് പറയുന്നത്? സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച. സംഘർഷണ ഭഗവാന്റെ ആ ധർമ്മം എന്താണ്? ദുരന്തായ അന്തകായ ച. ഈ ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നതും അതിനെ നശിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭൗതിക ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെല്ലാം അതിന്റെ സ്ഥാനത്ത് നിർത്തുന്ന ശക്തിയാണ് സംഘർഷണ ശക്തി എന്ന് പറയുന്നത്. സംഘർഷണ ഭഗവാൻ ബലരാമന്റെ വിസ്തരണമാണ് സംഘർഷണ ഭഗവാൻ. ആ സംഘർഷണ ഭഗവാനാണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും അതിന്റെ സ്ഥാനത്ത് നിർത്തുന്നതും അവസാനം അതിനെ നശിപ്പിക്കുന്നതും. ഭഗവാൻ പറയുന്നുണ്ട്, അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ. 7ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ തന്നെയാണ് ഈ മുഴുവൻ ജഗത്തിന്റെയും പ്രഭവവും അതേപോലെ പ്രളയവും, അതിനെ നശിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാന്റെ സംഘർഷണ ശക്തിയാണ് ഈ ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത പ്രപഞ്ചങ്ങളെ നിലനിർത്തുന്നത്. ഗാമാവിശ്വച ഭൂതാനി ധാരയാമ്യഹ ഓജസ. ഞാൻ എന്റെ ഓജസ് കൊണ്ട് ഈ പ്രപഞ്ചങ്ങളെല്ലാം അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുന്നു എന്ന് ഭഗവാൻ പറയും. ആ നിലനിർത്തുന്ന ശക്തി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സംഘർഷണ ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സംഘർഷണ ഭഗവാൻ അവസാനം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാനുള്ള ഊർജം കിട്ടുന്നത് എവിടെ നിന്നാണ്? സംഘർഷണ ഭഗവാനിൽ നിന്ന് തന്നെയാണ്. മഹാദേവനെ രുദ്രന് ആ പ്രളയ അഗ്നി, അവസാനം സമയം പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അഗ്നി ലഭിക്കുന്ന എവിടെ നിന്നാണ്? സംഘർഷണ ഭഗവാന്റെ വായിൽ നിന്നാണ്. പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആ ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന അഗ്നി കൊണ്ടാണ് ഒരു മഹാദേവൻ രുദ്രൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്നത്. അപ്പോൾ പ്രഭവ പ്രളയസ്തഥ ദുരന്തായ അന്തകായച്ച. പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനും നശിപ്പിക്കുന്നവനുമായിട്ടുള്ള ആ സംഘർഷണ ഭഗവാന് നമസ്തുതേ, നമസ്കാരം, പ്രണാമം. നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. ബുദ്ധിയുടെ അവതാരമാണ്, ബുദ്ധിയുടെ സ്രോതസ്സാണ് പ്രദ്യുമ്ന ഭഗവാൻ. ആത്മീയ ബുദ്ധി ഒരു ഭക്തന്
എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്, എങ്ങനെയാണ് ആത്മീയമായിട്ട് ഉയരേണ്ടത് എന്നുള്ള ബുദ്ധി നൽകുന്ന ദദാമി ബുദ്ധിയോഗം ഭഗവാൻ പറയുക. ഞാൻ ഭക്തന് ബുദ്ധി നൽകും. ആരാണ് ബുദ്ധി നൽകുന്നത്? പ്രദ്യുമ്ന ഭഗവാനാണ് ബുദ്ധി നൽകുന്നത്. ആ പ്രബോധായ നമോ വിശ്വപ്രബോധായ, വിശ്വത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ ആത്മീയമായിട്ട് ഉയർത്തുന്ന ആ ഭഗവാന്, പ്രദ്യുമ്ന ഭഗവാന് നമസ്കാരം. പ്രദ്യുമ്നായ അന്തരാത്മനെ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനം നൽകുന്ന ഭഗവാൻ പറയുന്നത് സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ ഭക്ത സ്മൃതി ജ്ഞാനമാബോധനം. അതാരാണ് ചെയ്യുന്നത്? അത് പ്രദ്യുമ്ന ഭഗവാനാണ് എന്നാണ്. ആ പ്രദ്യുമ്ന ഭഗവാനാണ് ആത്മീയമായിട്ടുള്ള ബുദ്ധി നൽകുന്നത്. വിശ്വപ്രബോധായ, വിശ്വത്തിന് മുഴുവൻ ആത്മീയമായിട്ടുള്ള ജ്ഞാനം നൽകുന്ന പ്രദ്യുമ്ന ഭഗവാന് പ്രണാമം എന്ന് പറയും. ഈ അടുത്ത ശ്ലോകത്തിൽ അനിരുദ്ധ ഭഗവാന്റെ സ്തുതി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മന്ത്രം ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ